നിങ്ങളോട് സാറിനിപ്പം കാണാനായിട്ട് വേൾഡ് ലീഡേഴ്സ് വരുന്നുണ്ടോ? ഇങ്ങനെ വേൾഡ് ലീഡേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രിയിലെ ലീഡിങ് ആയിട്ടുള്ള പല ആൾക്കാരുണ്ട്. പലരും വരും. അംബാസഡേഴ്സ് ഇന്ത്യയിലേക്കുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് അംബാസഡേഴ്സ് വരില്ലേ, ഫ്രാൻസിലെ ജർമ്മനിയിലെ അംബാസഡേഴ്സ് ചിലപ്പോൾ വരും. നമ്മൾ പല രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഷിപ്സ് അവിടെ പണിയുന്നത് കണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ പല ഇൻറ്ററാക്ഷൻസും. അപ്പോൾ ഇൻഡസ്ട്രി ലീഡേഴ്സ് എന്ന് പറയും. വേൾഡ് ലീഡേഴ്സ് എന്നല്ല, ഇൻഡസ്ട്രി ലീഡേഴ്സ്. പല ഇൻഡസ്ട്രിയിലും ഉള്ള ലീഡേഴ്സ് ആയിട്ട് ഇൻറ്ററാക്ഷൻസ് പലപ്പോഴും വരാറ്. ഇഷ്ടമായി എന്നല്ലേ ഷിപ്പായിട്ട് പോയിട്ട്? ഓക്കെ. ആദ്യമായിട്ട് എല്ലാവരും ഇന്നലെ ഷിപ്പ് യാർഡിൽ ചെന്നത്, ചെന്നൈയിലുള്ളൊരു നിങ്ങളുടെ എല്ലാ താങ്ക്സ് പറയുന്നത്. ഞാൻ നിങ്ങളോടാണ് താങ്ക്സ് പറയുന്നത്. കൊച്ചിൻ ഷിപ്പ് യാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ, ഭാരതത്തിലെ തന്നെ ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. വലിയ ഷിപ്സ് പണിയുന്നു. ഭാരതത്തിൻ്റെ അഭിമാനമായ ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ, നിങ്ങൾ ചിലരെങ്കിലും പേപ്പറിലെല്ലാം കണ്ടിട്ടുണ്ടാവും. തദ്ദേശീയമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്ത എയർക്രാഫ്റ്റ് കാരിയർ. എയർക്രാഫ്റ്റ് കാരിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടി വിയിലും സിനിമയിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇറ്റ് ക്യാരീസ് പ്ലെയിൻസ് ആൻഡ് ഇറ്റ്സ് ആക്ച്വലി എ ഫ്ലോട്ടിംഗ് എയർഫീൽഡ്, ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമാണ് അത്. അങ്ങനൊരു ഷിപ്പ്, ആ ഷിപ്പിനകത്ത് ഒരുപാട് നിങ്ങളൊരു വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഷിപ്സ് എല്ലാം ഡിസൈൻ ചെയ്ത് അതിൻ്റെ എക്യുപ്മെൻ്റ് നിർമ്മിച്ച് ആ ഷിപ്സ് പണിയാനായിട്ട് ലോകത്തിലെ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഓൺലി 6 countries in the world which can actually do that. അപ്പോൾ ഇതെല്ലാം ഒരു മാറ്റർ ഓഫ് പ്രൈഡാണ്. അതിനകത്ത് ദ ഷിപ്പ് വാസ് ബിൽഡ് ഇൻ കൊച്ചിൻ ഷിപ്പ് യാർഡ്. പക്ഷേ നിങ്ങളും തിരിച്ചറിയേണ്ടത്, നിങ്ങൾ ആ നാഷണൽ പ്രൈഡ് വരേണ്ടത്, യു ഹാവ് ബീൻ ഫോർച്ചുനേറ്റ് ആൻഡ് യു ഹാവ് ബീൻ ലക്കി ടു സീ ദ ഷിപ്പ് യാർഡ്. എല്ലാവർക്കും അതിനുള്ള ചാൻസ് കിട്ടില്ല. പക്ഷെ ആ കൊച്ചിൻ ഷിപ്പ് യാർഡിനകത്ത് ആ ഷിപ്പ് പണിയാനായിട്ട് ഇന്ത്യയിലെ ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് എൻറ്റൈറ്റീസ്, അവരുടെ എല്ലാവരും ചേർന്ന് നിന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു രാജ്യം ഒരുമിച്ച് ചേർന്ന് നിന്നിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കിതിന് വേണ്ടത്? നിങ്ങളെല്ലാം യങ്സ്റ്റേഴ്സ്, ഏറ്റവും യു ആർ ദ ഫ്യൂച്ചർ ഓഫ് ദ സൊസൈറ്റി, യു ആർ ദ ഫ്യൂച്ചർ ഓഫ് ദ കൺട്രി, യു ആർ ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്. ആദ്യമായിട്ട് എന്താണ് വേണ്ടത്? നല്ല കഴിവുള്ള ഹ്യൂമൻ ബീയിങ്സ് വേണം, അല്ലേ? നിങ്ങളെല്ലാം നാളെ വളർന്നു വരുമ്പോൾ യു ഡു സർട്ടൻ തിങ്സ്. അത് ടീം വർക്ക് വേണം. അടുത്തത്, ഒരാളൊന്നും ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും ചെയ്യും. പക്ഷെ ഒറ്റയ്ക്ക് നിന്നാൽ ചിലപ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സ്പോർട്സ് എല്ലാം കാണുന്നല്ലേ? ഒരു ഫുട്ബോൾ മാച്ച് വിൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ, ഒരു ക്രിക്കറ്റ് മാച്ച് വിൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ, യു നീഡ് ടു ടീം അപ്പ്. എൻ്റെ ടീമിൽ ചിലപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ക്രിക്കറ്റിൽ ഒരാൾ ചിലപ്പോൾ ഔട്ടായി കഴിഞ്ഞാൽ somebody else will have to come and play. ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു ബൗളറിനെ കുറെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ somebody else will have to play. അപ്പോൾ എപ്പോഴും ഒരു ടീമിങ് അപ്പ്. ഷിപ്പ് യാർഡിനെ പോലെയുള്ള സ്ഥലത്ത് ചിലപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ടീം അപ്പ് ചെയ്യണം. ഒരാൾക്ക് അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പിടിക്കും. പല ടൈപ്പ് ഓഫ് നോളജാണ്, പല ടൈപ്പ് ഓഫ് ഫീൽഡ്സ് ആണ്. വെൻ യു ഗ്രോ അപ്പ്, നിങ്ങളെല്ലാവരും സം ഓഫ് യു വുഡ് ബി ലൈക്കിംഗ് സയൻസസ്. ചിലവർക്ക് ആർട്സിനോടായിരിക്കും ഇൻട്രസ്റ്റ്, ചിലവർക്ക് ഹിസ്റ്ററിയോടായിരിക്കും ഇൻട്രസ്റ്റ്. അങ്ങനെ വളർന്നു വരുമ്പോൾ there may be some of you who may have interest towards engineering, sciences, physics, maths. അതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വരാവുന്നൊരു ഫീൽഡ് ആണ് ഷിപ്സും ഷിപ്പ് ബിൽഡിങ്ങും. ഇന്റർനാഷണലി നമ്മൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ഏതായാലും യു ആർ സീയിങ് ഷിപ്പ് യാർഡ്. സോ പ്രോബബ്ലി ഇടയ്ക്ക് പേപ്പറെല്ലാം കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ലോകം മുഴുവൻ എങ്ങനെയാണ് ഈ ഷിപ്സ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും അമേരിക്കയിൽ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ലോകത്തിൽ പലയിടത്തേക്ക് എത്തിക്കുന്നത് എങ്ങനെ? ഇതിനെയാണ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു വലിയ മേഖലയാണ്, നമ്മളെ മുമ്പിൽ കാണുന്നില്ല. നമ്മളെപ്പോഴും നമ്മുടെ മുമ്പിൽ ട്രെയിൻ കാണും,
ബസ് കാണും, ഓട്ടോമൊബൈൽസ് കാണും. പക്ഷെ ഷിപ്സ് പലപ്പോഴും നിങ്ങൾ കാണില്ല. ആ ഷിപ്സ് കാരണം ഇറ്റ്സ് ഔട്ട് ഇൻ ദ ഓഷ്യൻസ്, അല്ലേ? 2/3 ഓഫ് ദ വേൾഡ്, 2/3 ഓഫ് ദിസ് ഗ്ലോബ് എന്താണ്? വാട്ടറാണ്, ഓഷ്യൻസ് ആണ്. ഈ ഓഷ്യൻസ് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ഷിപ്സ്. അപ്പോൾ കോണ്ടിനെൻസിനെ കണക്ട് ചെയ്യുന്നതും കോണ്ടിനെൻസ് തമ്മിൽ ട്രേഡ് നടക്കുന്നതും, ഇടയ്ക്കെങ്കിലും നിങ്ങൾ കാണും കോണ്ടിനെൻസ് തമ്മിൽ ട്രേഡ് വാർസ് നടക്കുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രോബ്ലം, ചിലപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിലുള്ള പ്രോബ്ലം. അപ്പോൾ ഇതെല്ലാം ഷിപ്പിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഷിപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് ഉണ്ട്, അവിടെ ഷിപ്സ് ഉണ്ട്. ആ ഷിപ്സാണ് കാർഗോ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കാർഗോ എത്തിക്കുന്നത്. അങ്ങനെ മെർച്ചന്റ് ഷിപ്സ് എന്നാണ് ഞാൻ പറയുന്നത്, കാർഗോ കൊണ്ടുവന്ന ഷിപ്സ്. അതുപോലെ യുദ്ധത്തിനുള്ള ഷിപ്സ് ഉണ്ട്, വേറെ പല ടൈപ്പ് ഷിപ്സ് ഉണ്ട്. നമ്മൾ ഓയിൽ, നിങ്ങളിപ്പോൾ വീട്ടിൽ കാർ ഉണ്ടാവും, സ്കൂട്ടർ ഉണ്ടാവും, അതിനകത്ത് ഫ്യൂൽ അടിക്കുന്നില്ല. എവിടുന്ന ഫ്യൂൽ വരുന്നത്? പെട്രോളിയം പ്രോഡക്ട്സ്. എവിടുന്ന പെട്രോളിയം പ്രോഡക്ട്സ് വരുന്നത്? ഡ്രില്ലിംഗ് ഇറ്റ് ഡൗൺ ഫ്രം ദ ഓഷ്യൻ ബെഡ്. ആരാ പോയി ഡ്രില്ല് ചെയ്യുന്നത്? ഓഷ്യൻ ബെഡിൽ നിന്ന് ഡ്രില്ല് ചെയ്യുന്നതിന് യൂണിറ്റ് ഷിപ്സ്, യൂണിറ്റ് സ്ട്രക്ചേഴ്സ്. കടലിൻ്റെ നടുക്ക് വലിയ സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് അവിടെ നിന്നാണ് ഡ്രില്ല് ചെയ്തെടുക്കുന്നത്. അതെല്ലാം പണിയുന്നത് ഇതുപോലത്തെ ഷിപ്പ് യാർഡ്സ്. അപ്പോൾ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടി, ജസ്റ്റ് മനസ്സിനകത്തൊരു ഫീല്, കുറേ ആൾക്കാർ ഒരുമിച്ച് നിന്ന്, കുറേ എൻജിനീയേഴ്സ്, കുറേ ടെക്നീഷ്യൻസ്, പല തരത്തിലുള്ള ആളുകൾ ഒരുമിച്ച് നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇത്. ദിസ് ഈസ് ജസ്റ്റ് വൺ ഷിപ്പ് യാർഡ് ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് എ ലാർജ് ഷിപ്പ് യാർഡ് ഇൻ ഇന്ത്യ. ഇതുപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആ ഷിപ്പ് യാർഡിന്, ആ ഷിപ്പിനകത്ത് ഇലക്ട്രോണിക്സ് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ ഇലക്ട്രോണിക്സ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയുടെ പേരാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ, ഗാസിയാബാദ്, അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള അവിടേക്കുള്ള സ്റ്റീല്, ഷിപ്പ് പണിയാനായിട്ടുള്ള സ്റ്റീല് വരുന്നത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, സെയിൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അങ്ങനെ ഒരുപാട് പേര് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരു കൺട്രി ക്യാൻ ആക്ച്വലി പ്രോഗ്രസ്. സോ യു ഹവ് ബീൻ പാർട്ട് ഓഫ് ദാറ്റ്, യു ഹവ് ഓൾസോ ബീൻ പാർട്ട് ഓഫ് ദാറ്റ്. നിങ്ങൾക്ക് ഒരു ടച്ച് ആൻഡ് ഫീൽ ആണ് കിട്ടുന്നത്. അപ്പോൾ ബി ഹാപ്പി, നല്ല സ്ട്രോങ് ആയിട്ട് വളരെ എല്ലാവരും ഇൻക്വിസിറ്റീവായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യും. ആൻഡ് ഓൾവേസ് ബി വെരി ക്ലിയർ. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കാരിയർ, ദ ഓൺലി 6 countries in the world which can do that. So have pride in your country. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്, നമുക്ക് ചിലരെങ്കിലും പറയും ഇവിടെ എല്ലാ യൂറോപ്പിലാണ്, അമേരിക്കയിലാണ്, എല്ലായിടത്തും ഉണ്ട്. ഒരുപാട് എല്ലാ രാജ്യങ്ങളും നല്ല രാജ്യങ്ങളും. നിങ്ങൾ വലുതായി വരുമ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എല്ലാ ലോകത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ ചെന്ന് പഠിച്ചോളൂ, ജോലി ചെയ്തോളൂ. പക്ഷെ എപ്പോഴും നല്ലൊരു രാജ്യത്താണ് നിങ്ങൾ ഉള്ളത്. നിങ്ങളുടെ പേരൻസ് ആർ ഫ്രം എ ഗുഡ് കൺട്രി. ആൻഡ് നിങ്ങൾക്ക് സ്ട്രോങ് ബോയ്സ് ആൻഡ് ഗേൾസ്, അല്ലേ? അതല്ലേ കഴിഞ്ഞ 2 ദിവസമായിട്ട് എല്ലാവരും പറഞ്ഞു തന്നിട്ടുണ്ടാവുക. സ്വാമിജി, വിവേകാനന്ദ സ്വാമിജി പറഞ്ഞു തന്നിരിക്കുന്നത്, ബി ഗുഡ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് സ്ട്രോങ് പീപ്പിൾ. എവിടെയാണെങ്കിലും, ലോകത്തിലെ എവിടേക്ക് വേണമെങ്കിലും നിങ്ങൾ പോയിക്കോ. ബിക്കോസ് ദ വേൾഡ് ഈസ് യുവർ പ്ലാറ്റ്ഫോം. ജസ്റ്റ് ഫ്ലൈ അക്രോസ്, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എന്ത് ചെയ്യുമ്പോഴും വന്ന വഴികൾ നമ്മുടെ പേരൻസിനെയോ, നമ്മുടെ സ്കൂളിനെയോ, നമ്മുടെ വീടിനെയോ, നമ്മുടെ നാടിനെയോ ഒന്നും മോശം സംസാരിക്കരുത്. എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ മോശം ഉണ്ടാവും, അല്ലേ? നമ്മൾ ചിലപ്പോൾ വൃത്തികേടുണ്ടാവും, നമുക്ക് പ്രോബ്ലം ഉണ്ടാവും. അതിനെ കുറ്റം പറയാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യത്തിൽ കുറച്ച് അതിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നു, സ്വാമിജി ഉണ്ട്, ഇവിടെ ഒരുപാട് പേര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത് യു ആർ വെരി പ്രിവിലേജ്. ആ വാക്ക് അറിയാണ്ട്, യു ആർ വെരി പ്രിവിലേജ്. നന്നായി ഭക്ഷണം കിട്ടുന്നതിൽ എല്ലാവർക്കും വീട്ടിൽ നല്ല ലവിങ് പേരൻസ് ഉണ്ടല്ലോ എല്ലാവർക്കും. അതുപോലെ എല്ലാവർക്കും കൂടിയിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ യു ആർ വെരി പ്രിവിലേജ്. യു ആർ അഗൈൻ പ്രിവിലേജ് ടു ബി ഇൻ എ സൊസൈറ്റി. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ വീട് മാത്രമല്ല, ചുറ്റും ഒരുപാട് പേരുണ്ട്. ഇതുപോലെ ഒരു ഷിപ്പ് യാർഡ് ഉണ്ട്, വേറെ ഓർഗനൈസേഷൻസ് ഉണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ടുഗദർ വി നീഡ് ടു ബിൽഡ് എ മച്ച് മോർ സ്ട്രോങ്ങർ നേഷൻ. എന്തിനാ? എല്ലാവരും നിങ്ങളുടെ അത്ര പ്രിവിലേജ്ഡ് അല്ല. നിങ്ങൾ കാണുന്നതല്ലേ, ചിലപ്പോൾ റോഡിലെല്ലാം ചില കുട്ടികളെല്ലാം സ്ട്രീറ്റ് സൈഡിലൊക്കെ നിൽക്കുന്നതെല്ലാം കാണുന്നതല്ലേ അവര്. അപ്പോൾ യു നീഡ് ടു ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമുക്ക്
ഇപ്പൊ ഈ മുറിയിലിരിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും കുറെ കൂടി പ്രിവിലേജ് ഉണ്ട്. ഇതൊക്കെയാണ് ഈ 2 ദിവസമെല്ലാം നിങ്ങൾ ഒരുമിച്ച് നിന്ന് കളിച്ച് ചിരിച്ചു പോയി. നിങ്ങൾ വലുതാം. ഇപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്നത് സീനിയർ മോസ്റ്റ് പേഴ്സൺ വുഡ് ബി എന്ത് പ്രായം ഉണ്ടാവും? ആരായിരിക്കും? മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇപ്പം നെക്സ്റ്റ് 11th, ഗോയിങ് ടു 11th. പിന്നെ വളരെ ചെറിയ കുട്ടിയുണ്ടാവും. ഗോയിങ് ടു 11th എന്ന് പറയുമ്പോൾ വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് you will actually understand what exactly is happening, അല്ലേ? അപ്പോൾ അവിടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. why should you be happy? You are privileged, you are from a good place, you have good parents, you have good institutions around you, you have good society. അപ്പോൾ അത്രയെല്ലാം കഴിയുമ്പോൾ ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമല്ലല്ലോ, ഒരുപാട് അങ്ങോട്ട് ചെയ്യും വേണം. അപ്പോൾ കിട്ടുന്നതിൻ്റെ ഒരുപാട് ഇരട്ടി തിരിച്ചു കൊടുക്കുവാനായിട്ട് എപ്പോഴും ടീം അപ്പ് ചെയ്യുക. ഇതുപോലെ എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ വളരെ സന്തോഷമായിട്ട് ടീം അപ്പ് ചെയ്യുക. ബി ഗുഡ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് നല്ല എന്താ ഇപ്പോൾ പറയുക, നല്ല അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിക്കുമ്പോൾ എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യണം. നന്നായി പഠിക്കണം. ടീച്ചേഴ്സിനെ പേരൻസിനെ നന്നായി സ്നേഹിക്കണം. ചുറ്റുമുള്ളവരെ നന്നായി സ്നേഹിക്കണം. എന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ ചെയ്യുന്ന പോലെ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ഈസ് എ ഓർഗനൈസേഷൻ ഫോർ ലോട്ട് ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഒരുപാട് പേര്, ഏതാണ്ട് ഒരു ദിവസം ഏതാണ്ട് 9,000 പീപ്പിൾ വർക്ക്. അപ്പോൾ ആ 9,000 പീപ്പിൾ വെൻ ദേ ആർ വർക്കിംഗ്, വാട്ട് ആർ ദേ ഡൂയിങ്? അവർ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ ഇവരെന്താ ചെയ്യുന്നത്? ആ 9,000 പേരുടെ വീട്ടിലും അച്ഛനോ അമ്മയോ മക്കളൊക്കെ ഉണ്ടാവും, അല്ലേ? അപ്പോൾ അവരെല്ലാവരും വീട്ടിലൊരു 4-5 മെമ്പേഴ്സ് ഉണ്ടാവും. സോ 9,000 മൾട്ടിപ്ലൈഡ് ബൈ ലെറ്റ്സ് സേ 4 or 5 or 6. അപ്പോൾ ഒരു 50,000 ആൾക്കാർ, ആ 50,000 ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് നിൽക്കുകയാണ്. അവർ ഒരുമിച്ച് ചേർന്ന് നിന്ന് വാട്ട് ആർ വി ഡൂയിങ്? സെൽഫ്ലെസ് ആയിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. നമ്മൾ ചെയ്യുമ്പോൾ അതുകൊണ്ട് രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുന്ന കാര്യങ്ങൾ എപ്പോഴും ചെയ്യുന്നത്, എന്ത് കാര്യം ചെയ്യുമ്പോഴും രാജ്യത്തിന് പുരോഗതി എപ്പോഴും ബിഹൈൻഡ് ദ മനസ്സ്. ഫ്രണ്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടെ കാര്യമൊന്നും ആലോചിക്കണ്ടേ, രാജ്യത്തിന് പുരോഗതി വരുമോ എന്നൊന്നും ആലോചിക്കണ്ട. ബട്ട് വെൻ യു ഡൂയിങ് എ ജോബ്, ഇന്നിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യും. നാളെ ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ല സ്ട്രോങ് ആയി ചെയ്യും. എപ്പോഴും ജസ്റ്റ് ഡു യുവർ ഡ്യൂട്ടി. നല്ല ഉഷാറിൽ നിൽക്കുക, തളർന്നൊന്നും ഇരിക്കരുത്. നല്ല ഉഷാറിൽ എപ്പോഴും ചെയ്യുക. അതങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്തു വരുമ്പോൾ യു വിൽ സീ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും നല്ല വലിയ കുട്ടികളായിട്ടുണ്ടാവും. ഓൾ നല്ല ബ്രൈറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് ഹൂ വുഡ് ഡു ആരെയെല്ലാം who all you will make proud. You will make your parents proud, you will make your teachers proud, you will make your school proud, you will make your society proud. കുറച്ച് കഴിഞ്ഞ് നേരത്തെ ചോദിച്ചില്ലേ, ലീഡേഴ്സ് വരുന്നുണ്ടോ? നിങ്ങളായിരിക്കും ലീഡേഴ്സ്. ആൾക്കാർ നിങ്ങളെ കാണാൻ കാത്തു നിൽക്കും. യു വിൽ ബി ദ ലീഡേഴ്സ് ഓഫ് ദ കൺട്രി, യു വിൽ ബി ദ ലീഡേഴ്സ് ഓഫ് ദ സൊസൈറ്റി, കേട്ടോ? അപ്പോൾ എല്ലാവരും നല്ല ഇപ്പോൾ പേരൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ പലരും പറയുക, ഒരാളുടെ അച്ഛൻ്റെ അമ്മയുടെ പേരിൽ ഇന്ന അച്ഛൻ്റെ ഇന്ന അമ്മയുടെയും മകളാണ് അല്ലെങ്കിൽ മകനാണ് എന്നായിരിക്കും പറയുന്നത്. കുറെ കഴിഞ്ഞ് എന്താ പറയേണ്ടത്? എൻ്റെ മോൻ്റെ പേരെന്താ പറഞ്ഞു? ദർശ്. കുറച്ച് കഴിഞ്ഞാൽ പറയണം ആരാന്ന് ചോദിച്ചാൽ ദർശൻ്റെ അച്ഛനാണെന്ന് പറയണം. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇന്ന ആളുടെ മകനാണ് ദർശ് എന്നല്ല പറയണത്. കുറച്ച് കഴിഞ്ഞാൽ തിരിക്കണം. ദർശൻ്റെ അച്ഛനാണ്, ദർശൻ്റെ അമ്മയാണ്, ദർശൻ്റെ സ്കൂളാണ്, ദർശൻ്റെ കമ്പനിയാണ്, ദർശൻ്റെ സിറ്റിയാണ് കൊച്ചി എന്ന് പറയണം, പറയിപ്പിക്കണം. മനസ്സിലായോ? എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്നിത എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഇന്ത്യയിലെ DRDO ഡിഫൻസ് റിസർച്ച്, ഇതുപോലെ ഞങ്ങൾ ഷിപ്സ് പണിയുന്ന പോലെ ഡിഫൻസ് റിസർച്ചിൽ വർക്ക് ചെയ്യുന്നതാണ്. സബ്മറൈൻസും മുങ്ങിക്കപ്പലുകൾ ഉണ്ടാക്കുന്നതും ആ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായിട്ട് രാജ്യത്തിന് വേണ്ടി നല്ല സ്ട്രോങ് ആയി വർക്ക് ചെയ്യുക. നിങ്ങളെല്ലാവർക്കും ഇന്നലെ ഷിപ്പ്യാർഡ് കാണിച്ചു തരാൻ പറ്റിയെന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം. സ്വാമിജിയാണ് അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. സ്വാമിജി ഇങ്ങനെ ആരും കാണാതെ നടക്കുന്ന ഒരാളാണ്, അല്ലേ? സ്വാമിജിക്ക് വീടുണ്ടോ? ചോദിച്ചോക്ക് വീടുണ്ടോ? വീടില്ല. ഇന്നിപ്പോൾ എവിടെയാണ്? നാളെ വേറെ ഒരിടത്ത് വരും. പക്ഷെ സ്വാമിജി എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഒരു ദിവസം എന്നെ വിളിച്ച് ചോദിച്ചു, എൻ്റെ കൂടെ കുറച്ച് കുട്ടികൾക്ക് ഇവർക്ക് ഷിപ്പ്യാർഡ് കാണിക്കാൻ പറ്റുമോ?
അവിടെ ചെന്നിട്ടുണ്ടായി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടതാരെ എന്നെ കണ്ടില്ലല്ലോ, പക്ഷെ അവിടെ വേറെ കുറേ ആൾക്കാരുണ്ട്.